ഇന്നലെ പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് UDF ക്യാമ്പ്. പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് UDF നേതാക്കളുടെ ആദ്യ പ്രതികരണം. എന്നാൽ ഇത് തള്ളുകയാണ് ഇടതുമുന്നണി നേതൃത്വം. വെറും പ്രവചന വ്യായാമം എന്നാണ് ഇടതുമുന്നണി നേതാക്കളുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഭരണ തുടർച്ചയുടെ സൂചനയായി വിലയിരുത്തുകയാണ് LDF. BJP ക്യാമ്പിനും എക്സിറ്റ് പോൾ ആവേശം നൽകുന്നതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഭരണം ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷ കോൺഗ്രസ് കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷ ആളിക്കത്തിക്കുന്നതാണ്, ആ പ്രതീക്ഷ വാനോളം ഉയർത്തുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോൾ റിപ്പോർട്ടുകൾ. ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും UDFന് മേൽക്കൈയാണ് പ്രവചിക്കുന്നത്. ഒരു എക്സിറ്റ് പോൾ പോലും ഇടതുമുന്നണിക്ക് കേവല ഭൂരിപക്ഷം പ്രവചിക്കുന്നുമില്ല. അതാണ് UDF കേന്ദ്രങ്ങളെ വലിയ സന്തോഷത്തിൽ ആക്കിയിട്ടുള്ളത്. ഭരണം ഉറപ്പ് എന്ന് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നു, UDF നേതൃത്വം കണക്ക് കൂട്ടുന്നു. അണികളും ആഘോഷ പ്രകടനങ്ങൾ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു. എക്സിറ്റ് പോളുകൾ പ്രവചിച്ചേക്കാൾ വലിയ നേട്ടമുണ്ടാകുമെന്ന പ്രതികരണമാണ് UDFന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ നൽകുന്നത്. സർവേയിൽ പറയുന്നത്, എക്സിറ്റ് പോളിലും പറയുന്നത് UDF ജയിക്കുന്ന. ഇപ്പോൾ ഞങ്ങളെടുത്ത കണക്ക് അനുസരിച്ച് 80 മുതൽ 90 വരെയുള്ള സീറ്റുകൾ ലഭിക്കുന്നതാണ് പാർട്ടി എടുത്തിട്ടുള്ള ഒരു കണക്കിൽ വ്യക്തമാണ്. ഇത് രണ്ടും ചേർന്ന് നോക്കുമ്പോൾ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായിട്ടും ശരിയാണെന്നാണ് ഞങ്ങളുടെ ഒരു അസസ്മെന്റ്. അതുകൊണ്ട് UDFനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസിയാണ് പറഞ്ഞിരുന്നതെങ്കിൽ നമ്മളിപ്പോൾ അങ്ങനെ വിശ്വസിക്കേണ്ടിയിരുന്നില്ല. പക്ഷേ ഒരു 8-9ഓളം ഏജൻസികൾ ഒരേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ സത്യം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും സർവ്വശക്തിയോടുകൂടി ഈ ഗവൺമെൻറ് മാറുന്നതിന് വേണ്ടി ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു പ്രതിഫലനം എക്സിറ്റ് പോളിലുണ്ടായി എന്നാണ് എൻ്റെ വിശ്വാസം. എക്സിറ്റ് പോളിന് അപ്പുറത്തേക്ക് പോകുമോ എന്നുള്ളതാണ് പല ആളുകളുടെ ഇപ്പോഴത്തെ ചോദ്യം. കാരണം എക്സിറ്റ് പോൾ കൊണ്ട് മാത്രം നിൽക്കാൻ പറ്റുമോ, അതിനപ്പുറത്ത് പോകാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. എന്നാൽ CPM കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും എക്സിറ്റ് പോളുകളിൽ വിശ്വസിക്കുന്നില്ല. ഇന്നലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ആദ്യ പ്രതികരണം നടത്തിയത്. അദ്ദേഹം പറഞ്ഞതും ജനങ്ങളിലാണ് വിശ്വാസം, എക്സിറ്റ് പോളുകളിലല്ല എന്നുള്ളതാണ്. ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒന്നുകൂടി കടന്ന് എക്സിറ്റ് പോളുകൾ തങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോഴും എക്സിറ്റ് പോളുകളിലെ ചില സൂചനകൾ തങ്ങൾക്ക് അനുകൂലമെന്നൊരു നിലപാട് കൂടി MV ഗോവിന്ദൻ മുന്നോട്ട് വയ്ക്കുന്നു. 69 സീറ്റ് വരെ ഇടതുമുന്നണിക്ക് പ്രവചിക്കുന്നു. അങ്ങനെ വന്നാൽ 2 സീറ്റ് കൂടി പോരെ കേവല ഭൂരിപക്ഷത്തിന്, അതിനപ്പുറത്തേക്ക് ലഭിക്കും. മികച്ച ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്ന വ്യാഖ്യാനമാണ് എക്സിറ്റ് പോളുകൾക്ക് MV ഗോവിന്ദൻ നൽകുന്നത്. 4-ാം തീയതി വരെ കാത്തിരിക്കാൻ പറയുമ്പോഴും എക്സിറ്റ് പോളുകളിൽ തങ്ങൾക്ക് കൂടി അനുകൂലമായ ഘടകങ്ങളുണ്ടെന്ന് CPM പരസ്യമായെങ്കിലും സമ്മതിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയില്ല. ഇപ്പോൾ വന്ന സർവേ 2 കാര്യം വളരെ വ്യക്തതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല. 2, കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് സഖാവ് പിണറായി വിജയനാണ്. ഞങ്ങൾക്ക് 60 മുതൽ 69 വരെയുള്ള സീറ്റാണ് പറഞ്ഞിട്ടുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 69 എന്ന് പറയുമ്പോൾ വ്യത്യാസം 2 എണ്ണമാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് 5-8 വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സാധ്യതയാണ് ഈ സർവേ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വരാൻ ഉള്ള സാധ്യത. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോള് അത് പൂർണ്ണമായിട്ടും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു എന്ന നിലയിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് വിശകലനം ചെയ്യുമ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ റിപ്പോർട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയാവുന്ന ഒരു നിലയല്ല. അത് അങ്ങനെ സംഭവിച്ചോളണമെന്നില്ല. 4-ാം തീയതി ഒരു ഉച്ചവരെ കാത്തിരുന്നാൽ മതിയല്ലോ. അപ്പം 4-ാം തീയതി വോട്ടുണ്ടെന്ന സമയത്ത് എന്താണ് യഥാർത്ഥ നില എന്നുള്ളത് കേരളത്തിനും ലോകത്തിനാകെയും മനസ്സിലാക്കാൻ സാധിക്കും. എക്സിറ്റ് പോളുകൾ സംബന്ധിച്ച് BJPയുടെ കാര്യമായ പ്രതികരണങ്ങൾ വന്നിട്ടില്ല. പക്ഷേ 7 സീറ്റ് വരെ പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകളുണ്ട്. 14 സീറ്റ് പറയുന്ന ഒരു എക്സിറ്റ് പോളുണ്ട്. എങ്കിലും 2-3 സീറ്റ് അവർ ഉറപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ നിയമവും കഴക്കൂട്ടവും ജയിക്കുമെന്ന് BJP ഉറപ്പിക്കുന്നു. BJPക്ക് വോട്ട് വിഹിതത്തിൽ നിന്നും വലിയ വർധന ആരും ചൂണ്ടിക്കാട്ടുന്നെങ്കിൽ പോലും BJPക്ക് പ്രതീക്ഷ നൽകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പൊതുവിൽ വന്നിട്ടുള്ളത്. തെക്കൻ കേരളമാണ് കഴിഞ്ഞ തവണ
LDFിനെ വലിയ രീതിയിൽ സഹായിച്ചത്. എന്നാൽ ഇത്തവണ ന്യൂസ് 18ന്റെ സർവേയിലടക്കം തെക്കൻ കേരളത്തിൽ ഇടതുമുന്നണിക്ക് നേരിയ മുൻതൂക്കമുണ്ടെങ്കിലും 35 നിന്ന് 20 സീറ്റിലേക്ക് അത് കുറയുകയാണ് എന്നുള്ളത് ഇടത് ക്യാമ്പിന് ആശങ്കയുണ്ടാക്കുന്നതാണ്. മറിച്ച് UDF ആകട്ടെ വെറും 4 സീറ്റിൽ നിന്ന് 19 സീറ്റ് വരെ ഉയർന്നേക്കാമെന്ന വലിയ മുന്നേറ്റം UDFിനെ പ്രവചിക്കുന്നു. NDAക്ക് 2 സീറ്റ് തെക്കൻ കേരളത്തിലെ സർവേകൾ പ്രവചിക്കുന്നുണ്ട്. ഏതായാലും എക്സിറ്റ് പോളുകളെ തള്ളാതെയും കൊള്ളാതെയും മുന്നണികൾ നിൽക്കുമ്പോൾ ആശങ്കയും പ്രതീക്ഷകളും മുന്നണികൾക്ക് എക്സിറ്റ് പോളുകൾ നൽകുന്നുണ്ട്. മധ്യകേരളത്തിൽ UDFിന് മികച്ച മുന്നേറ്റം പ്രവചിക്കുന്നതാണ് എക്സിറ്റ് പോളുകളിലെ പലതും. 9 സീറ്റുകൾ ഉള്ള എറണാകുളത്ത് 12 വരെ നേടാൻ കഴിയുമെന്നാണ് നിലവിലെ സൂചനകൾ. നിലവിൽ 1 സീറ്റ് മാത്രമുള്ള തൃശൂരിലും UDFിന് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഭരണത്തിലേക്ക് എത്തണമെങ്കിൽ മധ്യ കേരളത്തിൽ നടത്തുന്ന പ്രകടനം അത് എത്രമാത്രം ശക്തിയുള്ളതാകും എന്നതാണ് UDFിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിരുന്നത്. അതിന് വേണ്ടിയുള്ള ആവുന്ന ശ്രമങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയ രംഗത്തും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഏതാണ്ട് അത്തരം കാര്യങ്ങൾ ആ പ്രയത്നങ്ങളെല്ലാം ഫലപ്രാപ്തിയിലെത്തുന്നു എന്നതിൻ്റെ സൂചനകളായാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ UDF പൊതുവെ വിലയിരുത്തുന്നത്. UDFിന് മധ്യ കേരളത്തിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏതാണ്ടെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. എറണാകുളം ജില്ലയിൽ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ 9 സീറ്റുകളാണ്, സിറ്റിംഗ് സീറ്റുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ അത് 12ലേക്ക് വരെ എത്താൻ കഴിയും എന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഒരു ക്ലീൻ സ്വീപ്പാണ് എറണാകുളത്ത് ഉണ്ടാകുക എന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഏതാണ്ട് അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉണ്ടാകുന്നത്. മന്ത്രി P രാജീവ് മത്സരിക്കുന്ന കളമശ്ശേരി മണ്ഡലത്തിലടക്കം വളരെ ശക്തമായ പ്രവചനാതീതമായ രീതിയിലേക്ക് മത്സരങ്ങൾ മാറുന്നു എന്ന രീതിയിലാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏതാണ്ട് ആ രീതിയിലുള്ള സൂചനകളാണ് നൽകുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. അത് ക്രിസ്ത്യൻ വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായിട്ട് UDFിലേക്ക് എത്താനുള്ളൊരു സാധ്യത കൂടുതലായിട്ട് തന്നെ ഇത്തവണ അതിൽ കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. 2020യുടെ ഒരു പ്രഭാവം കൂടുതൽ നിലനിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. എന്നാൽ അവർ NDAയിലേക്ക് മാറിയതോടെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലും UDFിലേക്ക് തിരിച്ചു വരാൻ കാരണമാകുമെന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അത് സത്യമാണെങ്കിൽ അത് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ കൂടി അതുകൂടി അതിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് വേണം വിലയിരുത്താൻ. ഏതാണ്ട് കൂടുതൽ സീറ്റുകളിലേക്ക് മുന്നേറാനായിട്ട് എറണാകുളത്ത് കഴിയുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെയാണ് തൃശൂർ ജില്ലയിൽ നിലവിൽ 1 സീറ്റ് മാത്രമാണ് UDFിനുള്ളതെങ്കിലും അത് 4 സീറ്റുകൾ വരെ ഉയർത്താനായിട്ട് സാധിക്കുന്ന ഒരു പ്രകടനത്തിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉള്ളത്. അങ്ങനെ മധ്യ കേരളത്തിൽ 2 ജില്ലകളിൽ ശക്തമായ രീതിയിൽ തന്നെ വിജയം നേടാനായിട്ട് കഴിയുമെന്നതാണ് എക്സിറ്റ് പോൾ നൽകുന്ന സൂചനകൾ. ഒപ്പം NDAയ്ക്കും മധ്യ കേരളത്തിൽ 1 സീറ്റ് പ്രവചിക്കപ്പെടുന്നുണ്ട്. അത് ഒരുപക്ഷെ അത് തൃശൂർ അടക്കം ഉള്ള അവരുടെ ഒരു പ്രകടനത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അത്തരം സൂചനകൾ വരുന്നത്. എങ്കിൽ കൂടിയും പൊതുവിൽ UDFിൻ്റെ ഒരു ശക്തി പ്രകടനം തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ മധ്യ കേരളത്തിൽ നൽകുന്ന സൂചനകൾ. വലിയ ആത്മവിശ്വാസത്തിലാണ് കോട്ടയത്തും ഇടുക്കിയിലും UDF ക്യാമ്പ്. വലിയ തകർച്ച ഉണ്ടാകുന്നില്ല എന്നത് LDFും പ്രതീക്ഷയോടെ കാണുകയാണ്. മധ്യകേരളത്തിൽ സീറ്റ് കിട്ടിയേക്കും എന്നുള്ള പ്രവചനം NDA ക്യാമ്പിനെയും ആവേശത്തിലാക്കിയിട്ടുണ്ട്. ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്നു എന്നുള്ളതാണ് ന്യൂസ് 18 അടക്കമുള്ളവയുടെ സർവേകൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 25 സീറ്റ് UDFിന് കിട്ടുവാണെങ്കിൽ 24 സീറ്റ് എന്നുള്ളതാണ് കുറഞ്ഞ ഒരു പ്രവചനമായി LDFിൻ്റെ കാര്യത്തിൽ വരുന്നത്. BJP 1 സീറ്റ് വരെ നേടിയേക്കാം എന്നുള്ളത് BJP ക്യാമ്പിനെ സംബന്ധിച്ചും വലിയ ആവേശത്തിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലയും തിരുവല്ലയും ഒക്കെ അവർ വലിയ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങൾ കൂടിയാണ്. അവിടെ നല്ല മത്സരം നടന്നു എന്ന പ്രതീതി ഫലത്തിൽ ഈ എക്സിറ്റ് പോളിൽ നിന്ന് വ്യക്തമാകുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും മറ്റു പല സർവേകളും UDFിന് കാര്യമായ മുൻതൂക്കം നൽകുന്നു എന്നുള്ളത് പരമ്പരാഗത UDFിൻ്റെ ശക്തി കേന്ദ്രമായ മധ്യകേരളം അത് UDFിന് അനുകൂലമായി ചിന്തിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ ആവേശം നിറയ്ക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. സമാനമായ രീതിയിൽ തന്നെ ഒരു നേട്ടമുണ്ടായാൽ മാത്രമേ ഒരു ഭരണത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ള ഒരു വിലയിരുത്തലാണ് അവരെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വരവോടുകൂടി ഉണ്ടായ മാറ്റങ്ങളാണ് UDFിന് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ആശങ്കയായി നിന്നത്. എന്തായാലും എക്സിറ്റ് പോൾ ചിലതെങ്കിലും UDFിന് കാര്യമായ മുൻതൂക്കം പ്രവചിക്കുന്നത് മധ്യകേരളത്തിലെ കാര്യത്തിൽ അവർക്ക് വലിയ ആശ്വാസമായി മാറുന്നുണ്ട്. എന്തായാലും
ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളാണ് മധ്യ കേരളത്തിലെ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലുള്ള ഒരു പ്രവചനം ഒരു വോട്ടിംഗ് ആണ് നടന്നത് എന്ന പ്രവചനവുമായി രംഗത്ത് വരുന്നത്. അതേസമയം VN വാസവനെ പോലുള്ള നേതാക്കൾ ഇടതുമുന്നണിയുടെ ഒരു വലിയ മുൻതൂക്കം ഇത്തവണയും തുടരും എന്ന ആത്മവിശ്വാസം പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. മെയ് 4 വരെ ഇനിയും ഈ എക്സിറ്റ് പോളുകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും തങ്ങൾക്ക് അനുകൂലമായി കണക്കുകൂട്ടലുകളുമായി തുടരുകയാണ് മുന്നണികൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.